ദൈവത്തിന് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വ്യക്തിപരമായ അഭിവാദനങ്ങളിലേക്കാണ് 4-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിലും ആ 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 2 കാര്യങ്ങളെ ആയിരിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അവിടെ ഒരു നിർദ്ദേശം നൽകുകയാണ്. ദൈവത്തിന് സ്തോത്രം. വിവിധ തരത്തിലുള്ള ദുരുപദേശങ്ങളും പ്രതികൂലങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിന് നേരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന കാലയളവിനകത്ത് പരിശുദ്ധാത്മാവ് അവിടെ പറയുകയാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. ഇംഗ്ലീഷ് ബൈബിള് ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ അനുഗ്രഹമായിരിക്കും. കൊലോസ്യർ ചാപ്റ്റർ 4 verse 2. Continue in prayer and watch in the same with thanksgiving. Amen. Thank you. അവിടെ പറയുകയാണ് കണ്ടിന്യൂ ഇൻ പ്രയർ. വേറൊരു പരിഭാഷയിൽ ഇങ്ങനെയാണ്, ഡിവോട്ട് യുവർ സെൽഫ് ടു പ്രയർ. ദൈവത്തിന് സ്തോത്രം. ഡിവോട്ട്, ആ വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്തോത്രം ഒഴിഞ്ഞു വെക്കുക, ദൈവിക കാര്യങ്ങൾക്കായി നീക്കി വെക്കുക, മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക, വിനിയോഗിക്കുക, ശ്രദ്ധിക്കുക, സമർപ്പിക്കുക എന്നൊരർത്ഥത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഡിവോട്ട് യുവർ സെൽഫ് ടു പ്രയർ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന 1-ാമത്തെ ഒരു നിർദ്ദേശമാണ്, ഇപ്പോൾ നീ കടന്നു പോകുന്ന, നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, നീ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളുടെ നടുവിൽ, നിരാശകളുടെ നടുവിൽ, സംശയങ്ങളുടെ നടുവിൽ, എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതിരിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ 1-ാമത് നിന്നോട് ഇന്ന് പകൽ ദൈവത്തിന് പറയാനുള്ള ഒരു ദൂത് ഇതാണ്, നീ പ്രാർത്ഥനയ്ക്കു വേണ്ടി സമയങ്ങളെ വേർതിരിക്കുക, ഒഴിഞ്ഞു വെക്കുക, ദൈവിക കാര്യങ്ങൾക്കായി സമയങ്ങളെ നീക്കി വെക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് ഈ പറഞ്ഞ അപ്പോസ്തലന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും പ്രതികൂലത്തിന്റെ കാറ്റുകൾ ജീവിതത്തിനു നേരെ ആഞ്ഞടിച്ചപ്പോഴും ദൈവത്തിന് സ്തോത്രം, പ്രതികൂലത്തിന്റെ നടുവിലും പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ദൈവമനുഷ്യനാണ് ഹല്ലേലൂയ കൊലോസ്യ സഭയിലുള്ള വിശുദ്ധന്മാരോട് പറയുന്നത്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. ഇന്ന് രാത്രി നമ്മളോടടക്കം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സംസാരിപ്പാനായിട്ടുള്ള ഒരു ദൂത് ഇതാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. യാക്കോബിന്റെ ലേഖനത്തിനകത്ത് ഏലിയാവിനെ കുറിച്ച് ഒരു വാക്യം പറയുന്നുണ്ട്. ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യൻ. ആരെങ്കിലും ആ വാക്യം കിട്ടിയാൽ ഒന്നെടുത്ത് വായിക്കണമേ. എനിക്ക് തോന്നുന്നു യാക്കോബിന്റെ ലേഖനം അതിന്റെ അവസാനം ജെയിംസ് ചാപ്റ്റർ 5 വേർഡ്സ് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ട ഞാൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരം 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. താഴെയുള്ള വാക്യോടി വായിച്ചോ. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ ജെയിംസ് ചാപ്റ്റർ 5 വേർഡ്സ് 17 and 18. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ നമുക്ക് കാണാൻ കഴിയും ഏലിയാവിന്റെ പ്രാർത്ഥനയെ
അപ്പോസ്തലനായ യാക്കോബ് അവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഭയമുണ്ടായിരുന്നു, നിരാശയുണ്ടായിരുന്നു, മരിക്കാനുള്ള ചിന്തകൾ ഏലിയാവിലേക്ക് കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളും ഒട്ടും നല്ലവനല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാക്കന്മാരെക്കാളും ഞാൻ ഒട്ടും നല്ലവനല്ലല്ലോ, എനിക്ക് മരിച്ചാൽ മതി. ജീവിതത്തിലെ നിയോഗങ്ങളെ പോലും ചെയ്തെടുക്കാൻ കഴിയാതെ ജീവിതത്തിന്റെ പാതി വഴിയിൽ ഭയപ്പെട്ടിരുന്നു പോയ ഒരു മനുഷ്യനാണ് ഏലിയാവ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം, നമ്മൾ ഭയപ്പെടുമ്പോ, നമ്മൾ നിരാശകളിൽ വീഴുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് കഴിയുന്ന ഇടത്തു നിന്നുള്ള പ്രാർത്ഥനകൾ വളരെ കരുത്തുറ്റതായിരിക്കും. അത് ദൈവിക പ്രത്യക്ഷതയുടെ പോർട്ടലുകളെ നമ്മുടെ നടുവിൽ തുറക്കാനിടയായിത്തീരും. ദൈവത്തിന് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, നിരാശകളുടെ നടുവിൽ നിന്നുള്ള പ്രാർത്ഥനകൾ അത് നമ്മളെ ഒന്നാമതായി കരുത്തുറ്റവരാക്കി തീർക്കും. ഒന്ന്, ദൈവത്തെ തേടിച്ചെല്ലാൻ ആവശ്യമായ ബലത്തിലേക്ക് അത് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. ദൈവത്തിന് സ്തോത്രം. രണ്ട്, ആ പ്രാർത്ഥനയുടെ റിസൾട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിലും അപ്പുറത്തായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവിക പ്രത്യക്ഷതയുടെയും ദൈവിക പ്രവർത്തികളുടെയും പോർട്ടലിനെ ഓപ്പൺ ചെയ്യുന്ന ഒരു താക്കോലാണത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഏലിയാവിന്റെ പ്രാർത്ഥനകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് രണ്ട് കാര്യങ്ങളെ കൂടെ നമുക്ക് അവിടെ കാണാൻ കഴിയും. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോ അവിടെ ദൈവത്തിന് സ്തോത്രം, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ഏലിയ പ്രവാചകൻ മഴ പെയ്യേണ്ടുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് തോന്നുന്നു 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം. അതെ, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ചു. 40 താഴേക്ക്. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മലയിൽ കയറിപ്പോയി. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ കയറി നിലത്തു കുനിഞ്ഞു മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു തന്റെ ഭാര്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് ആഹാബിനോട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 46 വായിച്ചോ? അത് വായിച്ചതല്ലേ? താഴേക്ക് യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ദൈവത്തിന് സ്തോത്രം, വലിയൊരു ദൈവപ്രവൃത്തി കർമ്മേലിന് മുകളിൽ വെളിപ്പെടുത്തിയതിനു ശേഷം ഒരു മനുഷ്യൻ പ്രാർത്ഥനാനിരതനാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമ്മൾ ഇതുവരെ കണ്ട പ്രാർത്ഥനകളൊന്നോ നമ്മൾ ഇതുവരെ ചെയ്തതൊന്നുമല്ല. അതിനപ്പുറമായിട്ട് ദൈവാത്മാവിനോട് ചേരുന്ന, ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്ന, ആത്മാവ് ദൈവത്തിൽ അലിഞ്ഞു ചേരുന്ന ദിവ്യമായ ആത്മീക അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സീസണാണിത്. ഹല്ലേലൂയ. പ്രാർത്ഥന നോക്കുക. ഏലിയാവിരുന്ന് പ്രാർത്ഥിക്കുകയാണ്.
പ്രകൃത്യാതീത മണ്ഡലങ്ങളുടെ മേലുള്ള ദൈവിക അധികാരത്തെ ഏലിയാവ് അവിടെ റിലീസ് ചെയ്യുക. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ചിലത് നമ്മൾ പറയുന്നത് പോലെ ദേശത്തിന്റെ മേൽ, പ്രകൃതിയുടെ മേൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. ഒന്നാം പ്രാവശ്യം ഈ ബാല്യക്കാരൻ പോയി നോക്കി, ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു റിസൾട്ടും ഇല്ല. ദൈവത്തിന് സ്തോത്രം. 3.5 വർഷക്കാലം മഴയില്ലാതെ ഇരിക്കുകയാണ്. രാത്രി മനസ്സിലാക്കണം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലത് ചെയ്യാൻ കഴിയും. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ എപ്രകാരമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന നാവ് നമ്മള് ശപിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ? ഒരേ ഉറവിൽ നിന്ന് തന്നെ അനുഗ്രഹവും ശാപവും നമ്മുടെ നാക്കിൽ നിന്ന് മാറി മാറി വരുന്നുണ്ടോ? നമ്മൾ പൊട്ടച്ചൊല്ലും കളിവാക്കും തമാശകളും പറയുന്നുണ്ടോ? ഇന്ന് രാത്രി നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുന്നതിന്റെ കാരണങ്ങൾ, പ്രവചന ശുശ്രൂഷ ഉണ്ടായിട്ടും അതിന്റെ അധികാരത്തിന്റെ തലങ്ങൾ ദേശത്തിനുമേൽ, സഭയുടെ മേലൊക്കെ അത് വെളിപ്പെടാതെ നമ്മൾ ശുശ്രൂഷയ്ക്കകത്ത് ഒതുക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ അധരങ്ങൾ ദൈവ മുൻപാകെ ഇന്ന് രാത്രി ഒരു പരിച്ഛേദനയ്ക്കായിട്ടൊന്ന് ഏൽപ്പിക്കപ്പെടുന്ന രാത്രിയാകട്ടെ. ആകാത്തത് നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാവിനെ വഞ്ചനയ്ക്കും ഭോഷ്കിനും നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. രാത്രി അതെല്ലാം ഒരു ദൈവപ്രവൃത്തിക്ക് തടസ്സമാണ്. ദൈവത്തിന് സ്തോത്രം. രാത്രി നമ്മുടെ നാവ് ശപിക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നോക്കി, നമ്മൾ ദൈവ മുൻപാകെ അർപ്പിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ എന്തായിരിക്കണം? വിശുദ്ധമായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ പുറമേ നമ്മൾ കുളിച്ചെന്ത് ചെയ്യും? വൃത്തിയായി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വന്നിരിക്കും. പക്ഷെ നമ്മളുള്ള തമാശയും പറഞ്ഞ് ഹൃദയത്തിനകത്ത് കയ്പും വെറുപ്പും പിണക്കങ്ങളും ദുശാഠ്യങ്ങളും മത്സരങ്ങളൊക്കെ വെച്ച് ദൈവസന്നിധിയിൽ വന്നിരുന്നാൽ ഹൃദയത്തിൽ അകൃത്യത്തെ, രഹസ്യപാപങ്ങളെയൊക്കെ നമ്മൾ വിടാതെ അതിനെ താലോലിച്ചുകൊണ്ട് നമ്മൾ ഉള്ളത്തിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നാൽ ആ പ്രാർത്ഥന ദൈവ മുൻപാകെ ഒരു സ്വീകാര്യമായി തീരത്തില്ല. ആ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തത്തില്ല. വർഷങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ അതിൻ്റെതാകുന്ന ഒരു പ്രോഗ്രസ്, ഒരു റിസൾട്ട് ജീവിതത്തിൽ കാണാൻ കഴിയാതെ നമ്മൾ ഇരിക്കുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ട് പ്രസംഗിച്ച് മുടിഞ്ഞു പോയവരും നശിച്ചു പോയവരും ഒരുപാടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. പ്രസംഗിച്ച് നശിച്ചു പോയവരുണ്ട്, പക്ഷേ പ്രാർത്ഥിച്ച് നശിച്ചു പോയവരാരെയും ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന നമ്മളെ
നമ്മുടെ രൂപാന്തരം നടക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്താ. നമ്മൾ വ്യത്യസ്തരായി തീരുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. രാത്രി ഇതൊക്കെ അല്പം ദഹിക്കാൻ പ്രയാസമായി തോന്നാമെങ്കിലും രാത്രി തിരിച്ചറിഞ്ഞോണം, പ്രാർത്ഥനയിൽ നീ ഉറ്റിരിക്കുന്നിടത്ത് നിന്റെ ജീവിതത്തിനുമേൽ ദൈവിക വെളിപ്പാടുകളുടെ ഫലങ്ങൾ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനാ ജീവിതം ഉള്ള വ്യക്തിയാണെങ്കിൽ രഹസ്യങ്ങൾ എന്ത് ചെയ്യും? വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് പരിചയമുള്ള ഒരു പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഹി വാസ് എ പ്രേയിങ് മാൻ. അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. നോക്കുക, പ്രാർത്ഥിക്കുന്നവന്റെ തലവര മാറും. ഇന്ന് രാത്രിയിലും ഈ വചനത്തെ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ പരിശുദ്ധാത്മാവ് എളിയവനായി എനിക്ക് കൃപ തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചിലപ്പോ പ്രാർത്ഥിക്കുന്ന നമ്മൾ തന്നെ ചില ടൈമിൽ ഡിസപ്പോയിന്റഡ് ആയി പോയി കാണാം. പക്ഷെ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം, പ്രാർത്ഥിക്കുന്ന നമ്മുടെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രാർത്ഥിക്കുന്ന നാം പ്രതികൂലത്തിന്റെ നടുവിൽ തഴച്ച വളരും. ഇന്ന് രാത്രി ഈ ഒരു ദൂതിന് ആമേൻ പറയാൻ കഴിയുമോ? പ്രാർത്ഥിക്കുന്ന നാം, ദൈവത്തിന് സ്തോത്രം, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും തഴച്ചു വളരും. നമ്മുടെ ആത്മമണ്ഡലങ്ങൾ ചേഞ്ച് ആകും. നോക്കി, ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെയും 18-ാമത്തെയും 19-ാമത്തെയും വാക്യം ഒന്ന് വായിച്ചേ. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോട് കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മിശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ നോക്കുക, ഈ ദാനിയേലിന്റെ ജീവിതത്തിന്റെ എന്താ പറയാ, എന്റെ ഭാഷയിൽ പറഞ്ഞ തലവര മാറി മറിയുക, ഭാവി മാറി മറിയുകയാണ്. ഒരു അടിമ എന്ന നിലയിൽ പിടിക്കപ്പെട്ടുകൊണ്ടുവന്ന ഒരു ബാല്യക്കാരൻ രാജാവിന്റെ രാജധാനിയിൽ പരിചരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട അനേക പരിചാരകന്മാർ ഒരുവനായ ദാനിയേലിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികൾ മാറി മറിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ പോയത് പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ വെളിപ്പെട്ടു വരാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നോക്കുക, ഒറ്റയൊരു സ്വപ്നത്തിന്റെ അർത്ഥത്തിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒറ്റയൊരു മീറ്റിങ്ങിലൂടെ ദാനിയേലിന്റെ തലവര മാറി. ഓക്കെ, അതിന്റെ 48-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 48, 49.
രാജാവ് ദാനിയേലിനെ മഹാനാക്കി. അവന് അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനുമാക്കി വെച്ചു. ദാനിയേലിന്റെ അപേക്ഷപ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകരാക്കി. ദാനിയേലോ രാജാവിന്റെ കോവിലകത്ത് പാർത്തു. നോക്കുക, ദാനിയേലിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികൾ എന്ത് ചെയ്തു? മാറി മറിയുകയാണ്. നോക്ക്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥത കാണത്തില്ല. എന്ന് വെച്ചാൽ എല്ലാം എനിക്ക് എന്നുള്ളൊരു മനോഭാവം നമ്മൾ കാണിക്കത്തില്ല. ഇവിടെ ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ അനുഭവം വന്നപ്പോൾ അവന്റെ ഉയർച്ചയിലേക്കുള്ള വഴി മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഒരുമിച്ചിരുന്ന് ദാനിയേലിന്റെ ഉയർച്ചയിലേക്കുള്ള വഴിയെ വെട്ടിത്തെളിക്കാൻ ദാനിയേലിനോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ദാനിയേല് മറന്നില്ല. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ദൈവം എപ്പോഴെങ്കിലൊക്കെ നമ്മളെ ഉയർത്തുമ്പോൾ, നമ്മൾ ഒരു ഗതിക്ക് പരഗതിയില്ലാതിരിക്കുന്ന നേരത്ത് നമ്മളെ ഫോൺ വിളിക്കുകയും അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ എടുത്തവരുണ്ടാകും, നമ്മളെ വാക്കുകൊണ്ട് സഹായിച്ചവരുണ്ടാവും, ചിലപ്പോൾ നമ്മളെ സാമ്പത്തികമായിട്ട് തന്ന് സഹായിച്ചവരൊക്കെ ഉണ്ടാവും. നമ്മുടെ കഷ്ടപ്പാടിന്റെ സമയത്തൊക്കെ നമ്മളോട് കൂടെ നിന്നവരുണ്ടാവും, നമ്മളോട് ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചവരൊക്കെ ഉണ്ടാവും. അവരെ ഒന്നും മറന്നു കളയരുത്. കാര്യം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. താൻ മാത്രമല്ല, തൻ്റെ കൂടെയുള്ളവരും എന്ത് ചെയ്തു? അനുഗ്രഹിക്കപ്പെടണം, നന്മ പ്രാപിക്കണമെന്നുള്ള ഒരു മനോഭാവം ആർക്കുണ്ടായിരുന്നു? ദാനിയേലിനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം എന്ത് ചെയ്തു? അവരെയും എന്ത് ചെയ്തു? ബാബേൽ രാജ്യത്തിലെ കാര്യാദികൾക്ക് എന്ത് ചെയ്തു? മേൽവിചാരകരാക്കി വെച്ചു. ദൈവത്തിന് സ്തോത്രം. നോക്ക്, ജീവിതത്തിൽ ഈ ഒരു ഉയർച്ച വന്നിട്ട് ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം കുറച്ചോ? കുറച്ചോ കുഞ്ഞുങ്ങളെ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇല്ല, കുറച്ചില്ല. കുറച്ചില്ല. കാരണം ഇത്രയും ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവില്ല. നോക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്ര സുഖലോലുപത ജീവിതത്തിൽ വന്നാലും നമ്മുടെ മനസ്സ് അതിലേക്ക് വീഴത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി? ജീവിതത്തില് നന്മകളോ സുഖങ്ങളോ ഇതൊക്കെ കടന്നു വന്നാലും ഇതൊന്നിനും ക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് ദാനിയേൽ എന്ത് ചെയ്തില്ല? വീഴിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കുക, ദാനിയേലിന്റെ മുന്നിൽ വെളിപ്പാടുകളുടെ കലവറ ഓപ്പണാകാനിടയായി. ദൈവത്തിന് സ്തോത്രം. റെവലേഷനുകളുടെ പോർട്ടലുകൾ ദാനിയേലിന്റെ ലൈഫിൽ ഓപ്പൺ ആകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിന്റെ മേൽ വിവിധ കൃപാവരങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, വെളിപ്പെടാൻ തുടങ്ങി. എപ്പോഴാ? ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിച്ചപ്പോ. ദാനിയേലിന്റെ ജീവിതത്തിൽ ഈ വിശുദ്ധിയും വേർപാടും പ്രാർത്ഥനാ ജീവിതമൊക്കെ ജീവിതത്തിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോഴേ എന്ത് ചെയ്തു? ദാനിയേലിന്റെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, ദാനിയേൽ 6:10 വാക്യം ഒന്നെടുത്ത് വായിച്ചു നോക്കിയേ. ദാനിയേൽ 6-ാം അധ്യായം അതിന്റെ 10 വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. അപ്പൊ നോക്കി, അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? താൻ മുൻപേ ചെയ്തു വന്ന പോലെ. ദൈവത്തിന് സ്തോത്രം.
അതിന്റെ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ഡോക്ടർ റോബർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഇംഗ്ലീഷ് ബൈബിളില് ബുക്ക് ഓഫ് ഡാനിയൽ ചാപ്റ്റർ 6:10 ഒന്ന് വായിക്കാവോ? Now when Daniel knew that the writing was signed, he went into his house, and his windows being open in his chamber toward Jerusalem, he kneeled upon his knees 3 times a day and prayed, and gave thanks before his God, as he did aforetime. ദൈവത്തിന് സ്തോത്രം. അപ്പോ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, and he continued kneeling on his knees in 3 times a day. ദാനിയേൽ എന്ത് ചെയ്തു? പിന്നെയും തന്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. 3 നേരവും മുഴങ്കാലിലിരുന്നു കൊണ്ട് ദാനിയേൽ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മുൻപ് ചെയ്തു വന്നത് പോലെ. അപ്പൊ ദാനിയേലിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്തായിരുന്നു? ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. ആമേൻ. ദാനിയേലിന്റെ ജീവിതത്തിലെ പ്രാർത്ഥന എന്തായിരുന്നു? അതെന്തേലും പ്രശ്നം വരുമ്പോ 3 ദിവസം ഉപവാസം എന്നുള്ള രീതിയിൽ ഇരിക്കലല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം അതൊരു ലൈഫ് സ്റ്റൈലായിരുന്നു. കാലത്തുച്ചയ്ക്കും വൈകുന്നേരവും ദാനിയേല് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നന്ദി അർപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി മനസ്സിലാക്കണം, പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിന് നേരെ എഴുന്നേറ്റ് വരുന്ന എല്ലാ ദുഷ്ടയാലോചനകളുടെ ശക്തികളെയും കെടുത്തിക്കളയാൻ കഴിയും. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് എന്റെ ആദരങ്ങളെ വല്ലാതെ നിർബന്ധിക്കുകയാണെന്ന് പറയാൻ. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ നശിപ്പിക്കാൻ, നിന്നെ തകർക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന വ്യക്തികളുടെ ആലോചനകളും അതിന്റെ പിന്നിൽ വയ്ക്കുന്ന ആയുധങ്ങളും നിനക്ക് മുന്നിൽ ശക്തിരഹിതമാകും. രാത്രി നീ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നീ കയറുന്നെങ്കിൽ നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന വിഷയങ്ങൾ അത് ഹല്ലേലൂയ ഫലിക്കാതെ പോകും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേല് രേഖ എഴുതിയിരിക്കുന്നെന്നറിഞ്ഞു, പോരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പോയി പക്ഷെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ അല്ല. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇത്രയും നേരം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ജോണോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. അപ്പോ പ്രാർത്ഥിച്ചവന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഒരു തുടർമാനമായ പ്രാർത്ഥനാ ജീവിതമുള്ളവന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന സിംഹക്കുഴിക്ക് ദാനിയേലിന്റെ ജീവനെ അപഹരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി മനസ്സിലാക്കണം, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന അനർത്ഥത്തിന്റെ ശക്തികൾക്ക് നിന്റെ പ്രാണനെ തൊടാൻ, നിന്റെ ആയുസ്സിനെ തൊടാൻ, നിന്റെ ശരീരത്തെ തൊടാൻ, നിന്റെ പ്രൊഫഷനെ, നിന്റെ കരിയറിനെ തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. Daniel untouched by the evil counsel. ദാനിയേലിന്റെ ജീവിതത്തെ തൊടാൻ ദുഷ്ടന്മാരുടെ ആലോചനാ സംഘത്തിന് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് രാത്രി ശത്രു പല മേഖലകളിലും ജയിച്ചെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ, ഇന്ന് രാത്രി അവൻ ജയിച്ചു നിൽക്കുന്നെന്ന് നിനക്ക് തോന്നുമ്പോ ഇന്ന് രാത്രി നീ പ്രാർത്ഥനയിലൊന്ന് ഉറ്റിരുന്നേ. നമ്മൾ ചിന്ത പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ.
സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിന്. ഇവിടെ നോക്ക, ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആ മനുഷ്യൻ ഹല്ലേലൂയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ ഹല്ലേലൂയ ദിവസം 3 പ്രാവശ്യം എന്ത് ചെയ്തു? മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കണം, നമ്മളൊരു കോൺസ്റ്റന്റ്, ഒരു സ്ഥിരമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉടമയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിന് നേരെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഹല്ലേലൂയ അനർത്ഥങ്ങളുടെ ശക്തിയെ ക്ഷയിപ്പിച്ചു കളയും. അപ്രതീക്ഷിതമായി ജീവിതത്തെ തകർത്തു കളയാൻ കയറി വരുന്ന മാനുഷികവും പൈശാചികങ്ങളുമാകുന്ന പ്രവർത്തികൾ പ്രാർത്ഥനാ ജീവിതമുള്ളവന്റെ ജീവിതത്തിന്റെ മുൻപിൽ തകർന്നത് മാറപ്പെടും. ദൈവത്തിന് സ്തോത്രം. നോക്ക, പ്രാർത്ഥിക്കുന്നവൻ സിംഹത്തിന്റെ കുഴിയില്, ദൈവത്തിന് സ്തോത്രം, വീഴപ്പെടാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, 6:21, 22 വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ദാനിയേൽ 6:22. സിംഹങ്ങൾ എനിക്ക് വരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. ദൈവത്തിന് സ്തോത്രം. നോക്കുക, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൂതനിറങ്ങും. അവിടെ ഏഞ്ചലിക് അസിസ്റ്റൻസിനെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആർക്കു വേണ്ടിയാ ദൂതൻ ഇറങ്ങിയത്? ദൈവത്തിന് സ്തോത്രം. ആർക്കു വേണ്ടിയാ ദൂതൻ ഇറങ്ങിയത്? ഇന്ന് രാത്രി എൻ്റെ മക്കളെ, നമ്മുടെ കണ്ണ് തുറക്കണം. ഹല്ലേലൂയ. സ്ഥിരമായൊരു പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയായിരുന്നു ദാനിയേല്. തന്റെ കൂട്ടു സഹോദരങ്ങൾക്ക് കൂടെ ഉപകാരം ചെയ്തവനാണ് ദാനിയേല്. തനിക്കെതിരെ അനേക വ്യക്തികൾ ദോഷമായി പ്രവർത്തിച്ചിട്ടും അവർക്കെതിരെ തിരിച്ച് ദോഷമായിട്ട് എന്തേലും ഒരു വാക്ക് ദാനിയേല് പറഞ്ഞു? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയും വചനധ്യാനവും നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ അളവിനെ, നമ്മുടെ ഫെയ്ത്തിന്റെ ലെവലിനെ അത് ഇൻക്രീസ് ചെയ്യും. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്താണ് വിശ്വാസം? തീയമ്പുകളെ ഒക്കെയും എടുത്തു കളയുവാൻ ശക്തിയുള്ള വിശ്വാസം എന്ന പരിച ആരും വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ബ്രേക്ക് ആയതുകൊണ്ട് ക്ലിയർ ആയില്ല പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിന്റെ പ്രാധാന്യം എന്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ? ദൈവത്തിന് സ്തോത്രം. നമ്മൾക്കകത്ത് വിശ്വാസമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കും. 1, അത് സ്ഥിരതയെ ഉളവാക്കും. 2, അത് ശത്രുവിന്റെ തീയമ്പുകളെ തടുക്കും. ആമേൻ, ആമേൻ. വിശ്വാസം എന്താണ്? വിശ്വാസം എന്താ? ദൈവത്തിന് സ്തോത്രം. വളരെ നല്ലത്. എന്നാൽ അതിനെ നമ്മൾ ആത്മീയമായി ഒന്നുകൂടെ അതിനെ മനസ്സിലാക്കുമ്പോൾ വിശ്വാസം ഒരു ആത്മീയ ആയുധമാണ്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്താ വിശ്വാസം? എന്താണ്? വിശ്വാസം എല്ലാത്തിനും മീതെ
ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. ഈ തീയമ്പ് വരുന്നത് എങ്ങനെയാ? തീയമ്പ് എന്തിനാ അയക്കുന്നേ? പണ്ട് കാലത്ത് യുദ്ധം നടക്കുമ്പോ എന്ത് ചെയ്യും? തീയമ്പുകൾ അയക്കും. എന്തിനാ? ഈ തീയമ്പ് ചെന്ന് വീഴുന്നിടത്തൊക്കെ തീ പിടിച്ച് കത്തി മൊത്തം നശിച്ചു പോകും. വിളവുകളിലേക്ക് തീയമ്പിടും, കൊട്ടാരങ്ങളിലേക്ക്, വീടുകളിലേക്ക് എല്ലാം തീയമ്പുകൾ അയക്കും. നമ്മുടെ ജീവിതത്തിൽ തീയമ്പ് വരുന്നത് എവിടേക്കാ? എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ തീയമ്പുകൾ കടന്നു വരുന്നത് ഒന്ന് നമ്മുടെ മൈൻഡിലേക്കാ, നമ്മുടെ മനസ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പിശാച് തീയമ്പുകളെ എഴുതിവിടുന്നത്. ആണോ? ചിലപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും. പല തരത്തിൽ എന്ത് ചെയ്യും? ചിന്താമണ്ഡലങ്ങളിലേക്ക് തീയമ്പുകൾ ഇടും. ചിന്തകളെ കൊണ്ടുവന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ എന്ത് ചെയ്യും? തളയ്ക്കാനായിട്ട് അവൻ നോക്കും. അബ്രഹാമിലേക്ക് നോക്കുമ്പോ വിശ്വാസികളുടെ പിതാവാ അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പരിചയും അതിമഹത്തായ പ്രതിഫലവുമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നിരാശയുടെ തീയമ്പ് ഇഷ്ടം പോലെ പിശാച് അയച്ചു. ആ നിരാശയുടെ തീയമ്പ് വരുമ്പോ അബ്രഹാം അറിയാതെ പറഞ്ഞു പോയി, ഈ ദമ്മേശക്കാരനായ ഏലിയാസർ അത്ര എന്റെ ആരാ അവകാശി. ആണോ? വേദപുസ്തകം നിങ്ങൾ വായിക്കുന്നവരല്ലേ? അബ്രഹാം പറഞ്ഞില്ലേ, അതെ, ഈ നീ എനിക്ക് സന്തതി എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ഈ ദമ്മേശക്കാരനായ എലയാസർ അത്ര എന്റെ അവകാശി. അപ്പൊ തന്നെ ദൈവമായ കർത്താവോടെ പറയുന്നുണ്ട്, ഇല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പിശാച് നിരാശയുടെ തീയമ്പുകൾ ഇട്ടു. പിന്നെയും പറയുന്നുണ്ട്, ഇസ്മായേല് നിന്റെ മുന്നിൽ ജീവനോടെ ഇരുന്നാ മതി. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ ഇതിന്റെയൊക്കെ നടുവിൽ അബ്രഹാം യഹോവയിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അത് അവൻ എന്ത് ചെയ്തു? നീതിയായിട്ട് റോമാലേഖനം 5-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അബ്രഹാം യഹോവയെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അത് അവൻ എന്ത് ചെയ്തു? നീതിയായിട്ട് എന്ത് ചെയ്തു? കണക്കിട്ടു. റോമർ 4:20 മുതലുള്ള വാക്യങ്ങളാണ്. 20 മുതലുള്ള വാക്യങ്ങളൊന്നും ആരെങ്കിലും എടുത്തു വായിച്ചേ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. ഇനി അതിന്റെ എനിക്ക് തോന്നുന്നു അതിന്റെ മുകളിലേക്കുള്ള 2 വാക്യം ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയാൽ. നമ്മളിപ്പോ 20 അല്ലേ വായിച്ചേ? 100 വയസ്സുള്ളവനാകിയാൽ അതിന്റെ 18 19 വാക്യങ്ങളൂടെ ഒന്ന് ചേർത്ത് വായിച്ചു നോക്കിയേ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിലെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തതിൽ പ്രവർത്തിപ്പാനും. ശ്രദ്ധിച്ചേ. നമ്മൾ വായിച്ച ചിന്തയിലേക്ക് വരുമ്പോ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വാഗ്ദത്തത്തിൽ എന്ത് ചെയ്തില്ല? സംശയിച്ചില്ല. സംശയമാകുന്ന തീയമ്പുകൾ എന്ത് ചെയ്തു? കടന്നു വന്നു. പക്ഷേ അത് അബ്രഹാമിന്റെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയാതെ ദൈവം അവനോട് പ്രൊട്ടക്ട് ചെയ്യാനിടയായി. അബ്രഹാമിന്റെ പ്രാർത്ഥനാ ജീവിതം നോക്കുക. ഓരോ തവണകളിലും ദൈവം അബ്രഹാമിനോട് സംസാരിച്ചപ്പോ അബ്രഹാമിന്റെ ജീവിതത്തിൽ വിശ്വാസം ഉടലെടുക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നോക്കുക, അവിശ്വാസത്തിൽ
സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അതിന്റെ റോമർ 4:20 വാക്യം ഒന്ന് വായിക്കാവോ ദേവദാസനെ? ഇംഗ്ലീഷിലൊന്ന് വായിക്കാവോ? Romans chapter 4 verse 20. He staggered not at the promise of God through unbelief, but was strong in faith, giving glory to God. നോക്കുക, അബ്രഹാം എന്ത് ചെയ്തു? അവിശ്വാസത്തിൽ എന്ത് ചെയ്തു? തളർന്നു പോകാതെ, സംശയിക്കാതെ, he grow strong in faith. അബ്രഹാം എന്ത് ചെയ്തു? വിശ്വാസത്തിൽ ശക്തിയോടെ വളരാനിടയായി. ഗിവിംഗ് താങ്ക്സ് അല്ലെങ്കിൽ ഗിവിംഗ് ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഒരു സാധ്യതകളും ഇല്ലാതിരിക്കുന്ന ഇടത്തുള്ള അബ്രഹാമിന്റെ പ്രാർത്ഥനയാണ്, ദൈവത്തിന് സ്തോത്രം, അവന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനിടയായത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ വാഗ്ദത്തത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുന്നുണ്ട്. നോക്കി, ഈ റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ, ദൈവത്തിന് സ്തോത്രം, അതിന്റെ 16-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ വരി തൊട്ട് വായിച്ചു. വാഗ്ദത്തം സകല സന്തതിക്കും എന്ന് പറഞ്ഞ് വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പോ വാഗ്ദത്തം സകല സന്തതിക്കും, ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ. കൂടെ. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം എന്തെങ്കിലും കൺമുൻപിൽ കണ്ടിട്ടാണോ അബ്രഹാം വിശ്വസിച്ചത്? അല്ല, കാണാതെ വിശ്വസിച്ചു. തന്റെ ശരീരം എന്ത് ചെയ്തു? തന്റെ കഴിവ് പോയതും തന്റെ ഭാര്യയുടെ ഗർഭപാത്രം നിർജീവമായതും ഒക്കെ രണ്ടുപേരും അറിഞ്ഞു. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും he was grow strong in faith. വിശ്വാസത്തിൽ ശക്തിയോടെ വളരാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസത്തിൽ വളർന്നത് കൊണ്ടാണ് വാഗ്ദത്തമായ ഇസ്ഹാക്ക് പുറത്തു വരാനിടയായത്. ഇന്ന് രാത്രി മനസ്സിലാക്കണം, വാഗ്ദത്തം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രോമിസ് ഈസ് ഈക്വൽ ടു ഫെയ്ത്ത്, ഹോളി സ്പിരിറ്റ് പവർ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഫെയ്ത്ത് പ്ലസ് പവർ ഓഫ് ഹോളി സ്പിരിറ്റ് ഈസ് ഈക്വൽ ടു പ്രോമിസ്. വിശ്വാസം പ്ലസ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈസ് ഈക്വൽ ടു വാഗ്ദത്തം. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതിനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രി നമ്മുടെ പ്രോമിസിലേക്ക്, നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഒന്ന്, നമ്മളുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ വിശ്വാസം. 2, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ മേൽ ആത്മാവിന്റെ ശക്തി ഉണ്ടായിരിക്കാം, നമുക്ക് വിശ്വാസമില്ല എങ്കിൽ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി നമ്മളോടടക്കം, ഇവിടെ ആരെയും മാറ്റി നിർത്തുന്നില്ല, ഞാനടക്കം ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മുൻപാകെ സർജറി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മളുടെ അകത്തൊരു ഇന്റേണൽ സർജറി നടത്തിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട് നമുക്ക് വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല? ഒന്ന്, നമ്മളിൽ അവിശ്വാസം. 2, നമ്മളിൽ ആത്മശക്തിയില്ലായ്മ. 3, നമ്മൾ പിറുപിറുക്കുമ്പോ. ദൈവം തരാമെന്ന് പറഞ്ഞതിനെ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ അവിശ്വസിക്കുമ്പോൾ
നമ്മൾ അലഞ്ഞു തിരിയേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അലഞ്ഞു തിരിയുന്ന അനുഭവങ്ങളുടെ മുകളിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ മുകളിൽ തന്നെ നമ്മൾ അലഞ്ഞു തിരിയുന്നില്ലേ? വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. നമ്മുടെ സ്പിരിച്വൽ കരിയറിനെ, നമ്മുടെ വിളി എന്ന് പറയുന്ന, നമ്മുടെ ആ കോളിംഗ് എന്ന ദൈവത്തിന്റെ കരിയറിനകത്ത്, ആ കരിയറിനകത്ത് നമുക്കൊന്ന് വളരാൻ കഴിയും. വേറെ ഒന്നും നോക്കണ്ട. നമ്മുടെ കോളിങ്ങിനകത്ത് നമുക്ക് വളരാൻ കഴിഞ്ഞോ? ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നമ്മളിവിടെ രോഗശാന്തി നടക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടാവും, ഭൂതങ്ങൾ പുറത്താവുന്നുണ്ടാവും. ബട്ട് ഇതൊന്നുമല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വളർച്ച, ഡിവൈൻ നേച്ചറിനകത്ത് നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തെയും ആഴമായി ശോധന ചെയ്ത് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ വാക്തത്വം ആക്സസ് ചെയ്യുന്നതിന് തടസ്സമായിട്ട് നമ്മൾ അവിശ്വാസം കടന്നു വരുന്നുണ്ടോ? ബൈബിളിൽ പറയുന്നു, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുക? സൂക്ഷിച്ചുകൊള്ളുക. ആ വാക്യം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. ആർക്കെങ്കിലും അതിന്റെ റെഫറൻസ് ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. You lot of unbelief. Hebrews. ഹീബ്രൂസ് ചാപ്റ്റർ പറഞ്ഞോ. ഹീബ്രൂസ് ചാപ്റ്റർ Hebrews chapter 2 or 3. You lot of unbelief. മൂന്നിന്റെ 12. നാലാമത്തെ വായിച്ചു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തെറ്റു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അപ്പൊ നോക്കുക. താങ്ക് യു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രിയ സിസ്റ്ററെ. അപ്പോ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം ഇംഗ്ലീഷിലൊന്ന് വായിക്കാവോ? ഹീബ്രൂസ് ചാപ്റ്റർ 3 വേർഡ്സ് 12. Take heed, brethren, lest there be in any of you an evil lot of unbelief in departing from the living God. അപ്പൊ നോക്കുക, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അവിശ്വാസം അത് ജീവനുള്ള ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ എടുത്തു മാറ്റുന്ന ഒരു പിശാചാണെന്നാണ്. ദൈവത്തിന് സ്തോത്രം. Take care, brother, that there not be in any one of you an evil, unbelieving heart that fall away from the living God. അപ്പൊ നോക്കുക, ഇന്ന് രാത്രി അവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ? അവിശ്വാസം ദൈവത്തിന്റെ പ്രവൃത്തികൾ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മളുള്ള അൺബിലീഫ്. നമുക്കറിയാം, കർത്താവ്, എനിക്ക് തോന്നുന്നു സുവിശേഷങ്ങളിലെ കർത്താവ് ഖബർനഹൂമിലാണോ നസ്രയത്തിലാണോ കർത്താവ് ചെല്ലുമ്പോ അവരുടെ അവിശ്വാസം നിമിത്തം അധികം വീര്യപ്രവർത്തികൾ ഒന്നും അവിടെ എന്ത് ചെയ്തില്ല, നടന്നില്ല. നസ്രയത്തിലായിരിക്കാം എനിക്ക് തോന്നുന്നു. സുവിശേഷങ്ങളില് വചനഭാഗമാണ്. അവരുടെ ഇടയിൽ എന്ത് ചെയ്യില്ല, അധികം വീര്യപ്രവർത്തികളൊന്നും അവരുടെ അവിശ്വാസം നിമിത്തം എന്ത് ചെയ്തില്ല, അവൻ ചെയ്തില്ല.
അപ്പൊ ഇന്ന് രാത്രി മനസ്സിലാക്കണം, അവിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മളിൽ വെളിപ്പെടുന്നതിനുള്ള ഒരു നമ്പർ 1 തടസ്സമാണ്. അവിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ അത് നമ്മളിലിരിക്കുന്ന കൃപാവരങ്ങൾ പുറത്തു വരുന്നതിന് എന്ത് ചെയ്യും? തടസ്സമാണ്. എനിക്ക് തോന്നുന്നു നസറേത്തിലാണ് ആ ഒരു ഇൻസിഡന്റ് നടന്നതെന്നാണ് എൻ്റെ ഒരു ഊഹം. അത് ഏകദേശം കറക്റ്റ് ആയിരിക്കാം. മർക്കോസ് 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് നോക്കിയേ. നോക്കിയേ, മർക്കോസ് 6-ന്റെ 5ഉം 6ഉം വാക്യങ്ങൾ ആ ഒരു ഭാഗത്തായിരിക്കാം. ഒന്നെടുത്ത് നോക്കിയേ, മർക്കോസ് 6-ാം അധ്യായത്തിന്റെ 5-6 ഏതാനും വാക്യങ്ങൾ. രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തികളൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അപ്പൊ നോക്കിയേ, കറക്റ്റ് അത് തന്നെ, മർക്കോസ് 6-ന്റെ 5-6 വാക്യങ്ങൾ നോക്കി. അവരുടെ അവിശ്വാസം ഹേതുവായിട്ട് അവൻ എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടു. ആശ്ചര്യപ്പെട്ടു. എവിടെയാ? നസ്രത്തിൽ. ഇന്ന് രാത്രി മനസ്സിലാക്കണം, അവിശ്വാസം ദൈവത്തിന്റെ പ്രവൃത്തി ഹെവി ലെവലിൽ നമ്മൾ ഈ വെളിപ്പെടുന്നതിന് തടയും. അത് ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം വെക്കരുത്. ചിലപ്പോ ഒരു തരത്തിലും ഗതി പിടിക്കാനായിട്ടുള്ള ഒരു സാധ്യതകളും ഇല്ലാതിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്, വാക്ക് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് രാത്രി ആ അനുഭവങ്ങളിലേക്കല്ല നോക്കേണ്ടത്. ദൈവത്തിന് ഇതിന്റെ മുകളിൽ എന്തു ചെയ്യാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് എന്റെ ഈ വിഷയത്തിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ കൊണ്ട് വിചാരിച്ച ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ മൂക്കും കുത്തി വീഴും. പക്ഷെ ദൈവത്തിന് എന്റെ ഈ വിഷയത്തിന്റെ മേൽ എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ മാനസിക നിലവാരങ്ങൾ ദൈവികമായ ഒരു സ്റ്റാൻഡേർഡിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോ അവിശ്വാസം നിമിത്തം എന്ത് നടന്നില്ല? വീര്യപ്രവൃത്തികൾ നടന്നില്ല. നോക്ക്, അവിശ്വാസം എന്ത് ചെയ്യും? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തകർത്ത് കളയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ അവിശ്വാസത്തെ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാം? എങ്ങനെ അവിശ്വാസത്തെ ഓവർകം ചെയ്യാം? എങ്ങനെ വിശ്വാസം ഉണ്ടാകുന്ന എങ്ങനെയാ? വിശ്വാസം കേൾവിയാലും വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അപ്പോ ദൈവവചനത്തെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ആമേൻ. ദൈവവചനം കേൾക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിൽ വിശ്വാസം ഉണ്ടാകുന്നത്. ഈ വിശ്വാസം നമ്മളിൽ ഉരുവാകുന്നിടത്ത് നമുക്ക് പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള ഒരു ത്രാണിയും കരുത്തും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ സ്തോത്രത്തിലൊക്കെ മനസ്സിലാവുന്നുണ്ട്. വ്യക്തിപരമായി ദൈവവചനത്തെ കേൾക്കുകയും അതിനെ ധ്യാനിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് പ്രതികൂലം ജീവിതത്തിൽ വരുമ്പോൾ വചനത്തെ നമ്മൾ അനുസരിക്കാൻ തുടങ്ങുമ്പോഴാണ് കർത്താവ് വളരെ വളരെ പോപ്പുലർ ആയിട്ട് കർത്താവ് പറഞ്ഞൊരു ഉപമയാണ് എന്ത്? പാറമേൽ പണിത വീടും മണലിന്മേൽ പണിത വീടും. 2 ഫൗണ്ടേഷനുകളെയാണ് കാണിക്കുന്നത്. ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം എവിടെയാണ്? നമ്മുടെ വിശ്വാസം എവിടെയാണ്? അത്ഭുതങ്ങളിലോ അടയാളങ്ങളിലോ വീര്യപ്രവൃത്തികളിലോ, അതോ ആകാശവും ഭൂമിയും മാറിപ്പോകാതെ നിലനിൽക്കുന്നതായ കെടാത്ത ബീജമായ ദൈവത്തിന്റെ വചനത്തിലാണോ നമ്മള്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കെടാത്ത ബീജമാണ്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം.
നശിച്ചു പോകാത്ത ഒരു സീഡാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന് സ്തോത്രം. അത് ശക്തിയുള്ളതാണ്. അത് സകലത്തെയും കൺട്രോൾ ചെയ്യുന്നതാണ്. പറയുന്നു, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. വചനത്തെ, പഴയ നിയമത്തിലൊരു വാക്കുണ്ട്, എന്റെ വചനത്തെ അനുഷ്ഠിക്കുന്ന പുരുഷൻ അവൻ ശക്തിയുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ശക്തി എന്നുള്ളത് പുറമേ നമ്മളിലൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ വെളിപ്പെടുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് നേർക്ക് കയറി വരുന്ന എല്ലാ തീയമ്പുകളെയും, എല്ലാ പൈശാചിക ആക്രമണങ്ങളെയും റെസിസ്റ്റ് ചെയ്യാൻ, അതിനെ തകർത്ത് മുന്നേറുവാൻ നമ്മളെ ശക്തമാക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തോടുള്ള നമ്മുടെ അനുസരണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അടിസ്ഥാനം എവിടെയാണ്? ദൈവത്തിന്റെ വചനത്തിലാണോ? ദൈവത്തിന്റെ വചനത്തിനകത്താണ് നാം നമ്മുടെ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ പണിതുയർത്തി വെച്ചിരിക്കുന്നതെങ്കിൽ, പ്രതികൂലം നമ്മുടെ അടുക്കലോളം വരും, പക്ഷെ അത് നമ്മളെ കവിയത്തില്ല. പെരുവെള്ളം എന്ത് ചെയ്യും? നിന്റെ അടുക്കലോളം വരും, പക്ഷെ അത് നിന്നെ കവിയത്തില്ല. ഞാൻ എപ്പോഴോ പ്രസംഗിച്ചൊരു ഭാഗമുണ്ട്, ഒരു ദൈവ പൈതലിനെ ഒന്നിനെ കൊണ്ടും സ്വാധീനിക്കാൻ കഴിയത്തില്ല. അവൻ സകലത്തിന്റെയും മുകളിലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. രാത്രി ദൈവത്തിന്റെ പൈതൽ സകലത്തിന്റെയും മുകളിലാണ് അവന്റെ സ്ഥാനം. ദൈവത്തിന് സ്തോത്രം. അവ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവൻ പ്രകൃതിയാതീത മേഖലകളുടെ മുകളിൽ, പ്രകൃതിയുടെ മുകളിൽ അധികാരമുള്ളവനാണ്. നമുക്ക് പഴയ നിയമത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാം. ഹോശയ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ഹോശയുടെ പേരിനെ മോശ യോശുവ എന്നാക്കി. മോശ പാളയത്തിന് പുറത്ത് ഒരു കൂടാരം, ടെന്റ് ഓഫ് മീറ്റിംഗ്, സമാഗമന കൂടാരത്തെ എന്ത് ചെയ്തു? പുറത്തു കൊണ്ടടിച്ചു. ടെന്റ് ഓഫ് മീറ്റിംഗ്. നോക്ക്, ഇത് നിവർത്തി നിർത്തിയപ്പോ ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി. ദൈവം മോശയോട് എന്ത് ചെയ്തു? തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മുഖാമുഖമായി സംസാരിക്കാനിടയായി. നമുക്കവിടെ കാണാൻ കഴിയും, നൂന്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവ എന്ന ചെറുപ്പക്കാരനോ അവൻ ആ കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് എന്റെ ഉള്ളപ്പിലേക്ക് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറയുമ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ, അതിന്റെ ഒരു റെവലേഷൻ എനിക്കറിയത്തില്ല, ഇതെങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ അതിനെ വിട്ടുപിരിയാതെ ഇരുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്നുള്ളത് ദൈവ സാന്നിധ്യത്തിനകത്ത് ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ് ഉറ്റിരിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഈ കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്ന യോശുവയുടെ ഭാവിയെ തീരുമാനിച്ചത് ദൈവമാണ്. ഇന്ന് രാത്രി മരുഭൂമിയിൽ പാളയത്തിനകത്തുണ്ട്, ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. പാളയത്തിനകത്ത് കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ യോശുവ പാളയത്തിനകത്തല്ല, അവൻ ഹല്ലേലൂയ ആ പാളയത്തിന് പുറത്തടിച്ചിരിക്കുന്ന സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു.
ഇന്ന് രാത്രി നമ്മൾ ദൈവവുമായി ചിലവഴിക്കുന്ന സമയങ്ങളും നാളുകളും അത് വൃഥാവല്ല. അത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയത്തില്ല. അത് നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നമ്മൾ ചിന്തിക്കാത്ത നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള വഴികൾ, അൺസീൻ വേസ് ഓഫ് ഗാഡ്, കാണാൻ കഴിയാത്ത, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ഉയർച്ചകളിലേക്കുള്ള വഴികളാണ് കൂടെയിരിക്കുന്ന അനുഭവങ്ങൾ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നോക്ക, ദൈവ സാന്നിധ്യത്തെ വേർപിരിയാതെ ഇരുന്നവൻ ചില കാലങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോ അവന്റെ ജീവിതം ദൈവത്താൽ ഉയർത്തപ്പെടാനിടയായി. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മക്കളെ, ദൈവത്തിന്റെ മക്കളെ, നമ്മളെ ദൈവം ഉയർത്തുന്ന ഒരു സമയമുണ്ട്. യൂറ്റിരിക്കുക എന്ന് പറയുമ്പോ അവന്റെ ബലമുള്ള കരക്കീഴിൽ എന്ത് ചെയ്യുക? താഴ്ന്നിരിക്കുക. ബലമുള്ള കരത്തിൽ എന്ത് ചെയ്യുക? താഴ്ന്നിരിക്കുക. രാത്രി പ്രതികൂലങ്ങളുടെയും നിരാശകളുടെ തീയമ്പുകൾ ഓരോന്നോരോന്നായി പിശാച് നിന്റെ ജീവിതത്തിന് നേരെ എയ്തു വിടുമ്പോ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നിന്നോട് പറയാനുള്ള ദൂതിതാണ്: നിരാശകളുടെ നടുവിൽ നീ ഉറ്റിരിക്കുക, പ്രാർത്ഥനയിൽ നീ ഉറ്റിരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നീ ഉറ്റിരിക്കുന്നിടത്ത് നീ നിരാശയുടെ പിശാച് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് മുൻപ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്നതിന് മുൻപ് പിശാച് നമ്മുടെ പ്രാർത്ഥനയെ അവസാനിപ്പിക്കാൻ വല്ലാത്ത നിരാശയുടെ ഒരു വലയത്തെ നമ്മുടെ മുൻപിൽ എന്ത് ചെയ്യും? സൃഷ്ടിക്കും. നമ്മുടെ ആത്മീകം, ഭൗതികം, മാനസികം, നമ്മളായിരിക്കുന്ന സർക്കംസ്റ്റാൻസിനകത്ത് കാണുന്നതിലൂടെ, കേൾക്കുന്നതിലൂടെയൊക്കെയും നമ്മളിൽ നിരാശയുളവാക്കാൻ, നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ അവസാനിപ്പിക്കാൻ, നമ്മൾ ഈ ബോണ്ടേജിനകത്ത് നിന്ന് പുറത്തു വരാതിരിക്കാൻ അവൻ നിരാശയുടെ ഒരു വലയത്തെ സൃഷ്ടിക്കും. പക്ഷേ ഇന്ന് രാത്രി തിരിച്ചറിയണം, നമ്മൾ ഈ നിരാശകളുടെ നടുവിൽ പിന്നെയും പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആ പ്രാർത്ഥനാ ജീവിതം പിശാചിട്ടിരിക്കുന്ന നിരാശയുടെ ആ കയറുകളെ, നിരാശകളുടെ ബന്ധനത്തെ അറുത്തുകളയും. ഒന്നാമത് അവിടെ സംഭവിക്കുന്നത്, നിരാശകളുടെ നടുവിലുള്ള പ്രാർത്ഥന, പിശാച് നമ്മുടെ ജീവിതത്തിന്റെ മുകളിൽ, നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീകവുമായി നമ്മുടെ ഭൗതിക മേഖലകളിലൊക്കെ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധന മണ്ഡലങ്ങൾ അവിടെ അറുത്തു മാറ്റപ്പെടും. There is a spiritual, mental, physical freedom അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെ? ഒരു സ്പിരിച്വൽ ഫ്രീഡം അവിടെ ആക്ടിവേറ്റ് ആകും. മെന്റൽ, ഫിസിക്കൽ ഫ്രീഡംസ് നടക്കത്തില്ല, ഇത് സംഭവിക്കാൻ പോകത്തില്ല, ഇങ്ങനെയൊന്നും നടക്കത്തില്ല. ശരീരത്തിൽ അങ്ങനെ കാണിക്കും, മനസ്സിൽ കാണിച്ചതുണ്ടാകും, ആത്മമണ്ഡലങ്ങളിൽ അവൻ ഉയർത്തി വെച്ചിട്ടുള്ള സകലതും നിന്റെ നിരാശകളുടെ നടുവിലുള്ള പ്രാർത്ഥനയിൽ തകരും. കാരണം ദൈവം ആരാണ്? പ്രത്യാശ വർദ്ധിപ്പിക്കുന്നവനാകുന്ന ദൈവം. ആമേൻ. ദൈവം ആരാണ്? ഭയത്തെ കൊണ്ടുവന്നിടുന്നവനല്ല, നിരാശകളെ കൊണ്ടുവന്നിടുന്നവനല്ല, പ്രത്യാശ വർദ്ധിപ്പിക്കുന്നവനാണ്. കാരണം നിരാശയുടെ നടുവിലും ഏലിയാമിനോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, ഭക്ഷിച്ച് പാനം ചെയ്യുക, നിനക്ക് ദൂര യാത്ര ചെയ്യുവാൻ ഉണ്ടല്ലോ. നോക്കുക, ഏലിയാവിന്റെ ജീവിതത്തിന് മുകളിൽ മരണത്തിന്റെ ഒരു വാളിനെ ഇസബേൽ വെക്കാനിടയായി. രാത്രി മനുഷ്യരുടെ വാക്കുകളല്ല, ദൈവത്തിന്റെ അഭിഷേകത്തെ വഹിക്കുന്ന നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. റോൾ ഖേമേ സീഥോ ലിഹേഷ്മിനി ഖാൽബ്രഠാനിയാന. രാത്രി ഒരു മനുഷ്യന്റെയും വാക്കുകളല്ല,
ദൈവത്തിന്റെ അഭിഷേകത്തെ വഹിക്കുന്ന എന്റെയും നിന്റെയും ജീവിതത്തെ തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രി മനുഷ്യൻ എവിടെയൊക്കെയോ അവസാനിപ്പിക്കാനായിട്ട് ആലോചനകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നിടത്തു നിന്ന് നിന്റെ ജൈത്രയാത്ര ആരംഭിക്കുകയാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. മനുഷ്യൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ച ഇടത്തു നിന്ന് നിന്റെ ജീവിതത്തിന്റെ ജൈത്രയാത്ര, അതെ ജൈത്രയാത്ര നീ ആരംഭിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ആഴങ്ങളിലേക്ക്, ദൈവിക ബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് ഭയത്തിന്റെ കയറുകളെ അറുത്ത് കളഞ്ഞ് ഒരു മെന്റൽ ഫിസിക്കൽ ഫ്രീഡത്തിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരിതിനകത്ത് കൊണ്ടുവരിക. ഹല്ലേലൂയ. മാനസികമായി, ശാരീരികമായി, ആത്മീകമായി ഒക്കെ ഇറിറ്റേറ്റഡ് ആകുന്ന, വാക്കുകളാൽ ഇറിറ്റേറ്റഡ് ആയി പോകുന്ന, വാക്കുകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില അനുഭവങ്ങൾക്കകത്ത് ഭയത്തിന്റെ ചില ബന്ധനങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് പൊട്ടിച്ചെറിയുക. ചില മൈഗ്രെയിനിന്റെ അനുഭവങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റുകയാ. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആയിരിക്കുന്ന ഇടങ്ങളിലൊന്ന് ഏൽപ്പിച്ചേ. കർത്താവിന്റെ ബലമുള്ള കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. There is a prayer. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ ഒരു ഭേദഭാഗം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. നോക്ക്, കുരുടന്റെ പ്രാർത്ഥന ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്, എനിക്ക് തോന്നുന്നു ലൂക്കോസ് 18-ാമത്തെ അധ്യായം. ആരെങ്കിലും കിട്ടിയാലൊന്ന് വേഗത്തിൽ എടുക്കണമേ. സ്തോത്രത്തോടെ അതിൽ ഉറ്റിരിപ്പിന്, അതിൽ ജാഗരിപ്പിൻ എന്ന് പറയുമ്പോൾ ഇവിടെ കുരുടന്റെ പ്രാർത്ഥന നമുക്ക് വളരെയധികം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ലൂക്കോസ് 18-ാം അധ്യായം നോക്കി അതിന്റെ 35 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 35 മുതൽ. എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്തെന്ന് അവൻ ചോദിച്ചു. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവൻ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുൻനടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്ന് അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്കെ വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. അവന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ തലത്തിനകത്ത് അവനൊരു വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നത്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. 39-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ അവന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തടയാനായിട്ട് അവിടെ പിശാച് അവിടെ വർക്ക് ചെയ്യുക, അവിടെ പ്രവർത്തിക്കുകയാണ്. നോക്കുക, മുൻനടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കുവാൻ എന്ത് ചെയ്തു? ശാസിച്ചു. ദൈവത്തിന് സ്തോത്രം. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. നോക്കുക, രാത്രി മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്ന അനുഭവങ്ങൾക്കകത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോ അവിടെ പിശാച് എന്ത് ചെയ്യും? ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ദൈവത്തെ പിടിച്ചു നിർത്തുന്നുണ്ടെന്ന് മനസ്സിലായാൽ അവൻ മനുഷ്യരുടെ വാക്കുകളിലൂടെ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തടയാൻ, നിന്നിൽ വെളിപ്പെടാനിരിക്കുന്ന വിടുതലുകൾക്കൊരു തടസ്സം സൃഷ്ടിക്കാൻ അവൻ ഇടയാക്കും. പക്ഷെ ഇന്ന് രാത്രി വെളിപ്പാട് പ്രാപിച്ച നീ മിണ്ടാതെ ഇരിക്കരുത്. എന്താ ദാവീദ് പുത്ര എന്ന വാക്കിന്റെ അർത്ഥം? എന്നെ സൗഖ്യമാക്കുന്നവനെ, എന്നെ വിടുവിക്കുന്നവനെ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഈ വചനത്തെ ഒന്ന് ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ചേ. ഇന്ന് രാത്രി ഒരുപക്ഷെ നീ ഇരുന്നുകൊണ്ടിരിക്കുന്ന ചില എരിഹോവിന്റെ അനുഭവങ്ങൾക്കകത്തായിരിക്കാം ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത്.
അല്ല നിന്റെ കാഴ്ചപ്പാടുകളെ ശത്രു മറച്ചിട്ടിരിക്കുന്ന അനുഭവങ്ങളായിരിക്കാം. നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങളായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഹല്ലേലൂയ വെളിപ്പാട് ലഭിച്ച നീ, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച നീ മൗനമായിട്ടിരിക്കാതെ ഹല്ലേലൂയ ഉറക്കെ വിളിക്കാൻ അടങ്ങിയിരിക്കരുത്. നിന്റെ ശബ്ദത്തെ നീ കാഹളം പോലെ നീ കേൾപ്പിക്കരുത്. ഹല്ലേലൂയ. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ നാവിക നിലവിളിച്ചു. ആ പ്രാർത്ഥനയുടെ നടുവിൽ തമ്പുരാൻ അവിടെ നിൽക്കാനിടയായി. ഇന്ന് രാത്രി പ്രാർത്ഥന ദൈവത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന താക്കോൽ. ഹല്ലേലൂയ. പ്രാർത്ഥനയാണ് ആ ഡിവൈൻ പോർട്ടലിനെ ഓപ്പൺ ചെയ്ത് ദൈവത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അവൻ ഇറങ്ങി വരുന്നിടത്ത് പിശാച് നിന്റെ ജീവിതത്തിന് മേലിട്ടിരിക്കുന്ന എല്ലാ ലിമിറ്റേഷനുകളും മാറും. ഹല്ലേലൂയ. നീ പുതച്ചിരിക്കുന്ന എല്ലാ ജഡത്തിന്റെ പുതപ്പുകളും, എല്ലാ ജഡീക സുഖ ലോലുപതകളും, എല്ലാ മോഹങ്ങളും നീ തനിയെ വിട്ടെറിയും. ദൈവത്തിന് സ്തോത്രം. സമയം 10:50 11 മണിക്ക് നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. നോക്ക്, അവൻ വിടുതൽ പ്രാപിച്ച് എഴുന്നേൽക്കുമ്പോ താൻ ധരിച്ചിരുന്ന പുതപ്പിനെ എന്ത് ചെയ്തു? വിട്ടുകളഞ്ഞേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു മത്തായിയുടെ സുവിശേഷത്തിലായിരിക്കാം, മത്തായി 9-ാമത്തെ അധ്യായത്തിൽ അതിനെ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അവൻ വിടുതൽ പ്രാപിക്കുമ്പോ അവൻ ആ പുതപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്? വിട്ടുകളയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവനെന്ത് ചെയ്തു? താൻ ധരിച്ചിരുന്ന ആ പുതപ്പിനെ എന്ത് ചെയ്തു? വിട്ടുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വിടുതൽ സംഭവിച്ചാൽ നമ്മൾ തന്നെ നമുക്ക് നന്മയാണ്, നമുക്ക് ഉപകാരമാണെന്ന് കരുതിയിരിക്കുന്ന ദൈവഹിതമല്ലാത്ത പല സ്വഭാവങ്ങളെയും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തന്നെ അതിനെ മനഃപൂർവ്വമായിട്ട് അതിനെ ഉപേക്ഷിച്ച് കളയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആഴമേറിയ ചില വിടുതലുകളെ ഇന്ന് രാത്രി ദൈവത്തിന് ഓൺലൈൻ എന്നോ ഓഫ്ലൈൻ എന്നോ ദൈവത്തിന് ഒരു വ്യത്യാസമില്ല. ഇന്ന് രാത്രി ഒരുക്കപ്പെട്ടിരിക്കുന്നവരെവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. ഒരുക്കപ്പെട്ടിരിക്കുന്നവരുടെ നടുവിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ പാസ്റ്റർ അടുത്ത് വന്ന് തലേ കൈവയ്ക്കണ്ട. നീ ഇപ്പോൾ ഏത് അവസ്ഥയുടെ നടുവിലായിരിക്കുന്നു അതിന്റെ നടുവിൽ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇറങ്ങും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. രാത്രി ഏൽപ്പിച്ചോ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. രാത്രി തമ്പുരാന്റെ പ്രവൃത്തി, ജീവിപ്പിക്കുന്നവന്റെ പ്രവൃത്തി, അവൻ നമ്മളിലേക്ക് ഇറങ്ങി വന്നാൽ ഒരു ബന്ധനത്തിനും അവിടെ ഇരിക്കാൻ കഴിയത്തില്ല. ഒരു ശക്തിക്കും നിന്നെ നശിപ്പിച്ച് കളയാനും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. രാത്രി നമ്മൾ തിരിച്ചറിഞ്ഞോണം. നീ സേവിക്കുന്നത് കല്ലിനെയും മണ്ണിനെയും അല്ല, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഒരു ദൈവത്തെയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാത്രി എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലും അടഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കണ്ണുകളും രാത്രി തമ്പുരാന്റെ സന്നിധിയിൽ അടയട്ടെ. കർത്താവ് എന്നെ ഒന്ന് തൊടണമേ. കർത്താവ് എന്നെ ഒന്ന് തൊടണം. എന്റെ ജീവിതത്തിലെ ദൈവഹിതമല്ലാത്ത പലതും ഉണ്ട്. രാത്രി അതിനെയൊക്കെ ഒന്ന് വിട്ടുകളയാൻ. എങ്ങനെ? രാത്രി ചിലതിനെയൊക്കെ ഒന്ന് ഇട്ടുകളയാൻ.
ചിലതിനെയൊക്കെ ഇന്ന് രാത്രി ഒന്ന് ഇട്ടുകളയാൻ, ചില പുതപ്പുകളെ, ചില പുതപ്പുകൾ ഇന്ന് രാത്രി ഇട്ടുകളയുന്ന ഒരു രാത്രിയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ചില പുതപ്പുകൾ രാത്രി മനഃപൂർവമായിട്ട് ചില സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളയാൻ, ദൈവത്തിന് സ്തോത്രം, ചില സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളയാൻ രാത്രി കൃപയുടെ കരം നമ്മുടെ മേൽ ചലിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, പിതാവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് രാത്രി ദൈവമേ, ആയിരിക്കുന്ന അവസ്ഥകളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവപുത്രനായ ഉയർത്തെഴുന്നേറ്റവനായ നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ചോദിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ഇന്ന് രാത്രി പിതാവേ, ഈ ക്ലാസ്സിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ കുഞ്ഞുങ്ങളുടെ മേലും അവരേതൊക്കെ സാഹചര്യങ്ങളുടെ നടുവിലായിരിക്കുന്നു, ഇന്ന് രാത്രി ദൈവമേ, അവരുടെ ജീവിതത്തിലുള്ള എല്ലാ സ്പിരിച്വൽ, മെന്റൽ, ഫിസിക്കൽ സ്ലേവറികളുടെ മേൽ, ആത്മീകവും മാനസികവും ശാരീരികവുമായ അടിമത്വങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിക്കപ്പെടട്ടെ. ദീർഘനാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അടിമത്വത്തിനകത്ത് കിടക്കുന്ന ചില വിഷയങ്ങളുടെ മുകളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിച്ച് ജനം പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജനം വിടുതലുകളെ പ്രാപിച്ചു ജനം പുറത്തു വരട്ടെ. അടിമത്വത്തിൽ ചില മിശ്രൈമ്യ ബന്ധനങ്ങൾ ഇന്ന് രാത്രി തകർന്ന് ജനം യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ചൂടാമാനി ആംധേലെ ബോറ ശഖാനി മിരിയാൻധേലിയാന. അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി ജനത്തിനു മേൽ ചലിക്കട്ടെ. ചിലരുടെ മേൽ ദൈവ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചലിക്കട്ടെ. ചില ഹീലിങ്ങുകൾ ഇന്ന് രാത്രി സംഭവിക്കപ്പെടട്ടെ. ഹീലിങ്ങുകൾ മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത, മരുന്നുകൊണ്ടും വൈദ്യശാസ്ത്രം കൊണ്ടും ഡോക്ടേഴ്സിനെ കൊണ്ടും പരിഹരിക്കാൻ കഴിയാതിരിക്കുന്ന വിഷയത്തിന്റെ മുകളിൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്താൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ കെടാത്ത ബീജമായ ദൈവത്തിന്റെ വചനത്താൽ ഇന്ന് രാത്രി ചില അത്ഭുത രോഗശാന്തികൾ ജനത്തിനുമേൽ സംഭവിക്കപ്പെടട്ടെ. റോഷിഖേമിനിയാദരെ ചില നിയോഗങ്ങളുടെ പുതപ്പുകൾ, ചില അഭിഷേകത്തിന്റെ പുതപ്പുകൾ, ഹല്ലേലൂയ, ചില ദൈവപ്രവർത്തികളെ നിർവഹിച്ചെടുക്കാനുള്ള കൃപയുടെ കൈമാറ്റം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് സംഭവിക്കപ്പെടട്ടെ. ചില അന്യായ ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിൽ പകരട്ടെ. യേശുവിൻ നാമത്തിൽ ജനം പിതാവെ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. അവൻ നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം വ്യക്തിപരമായ ആ പ്രാർത്ഥന, ആരാധന ജീവിതം, ദൈവിക ബന്ധത്തിനകത്ത് ഇന്ന് രാത്രി വർദ്ധിച്ചു വരട്ടെ. അധികമതിയുമായ ഡിവൈൻ നേച്ചറിനകത്ത് ഞങ്ങൾ വർദ്ധിച്ചു വരട്ടെ. രാത്രി ഒരുമിച്ച് അനുഗ്രഹിക്കണം. ദൈവകൃപ ചൊരിയണം. പങ്കെടുത്ത ഓരോ ദൈവ കുഞ്ഞുങ്ങളെയും അഭിഷേകത്താലും ദൈവകൃപയാലും നിറയ്ക്കണം. അവിടുത്തെ വരവിനായി ഒരുക്കണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയതിന് നന്ദി. അവിടുത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേകനാം